സോ ഇനിയും ഞാൻ മിസ്റ്റർ ശ്യാമനെ വിളിപ്പിക്കും. സഹകരിക്കുമല്ലോ? ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. ഒരല്പം ധൃതിയുണ്ട്. ഇന്ന് ഹോസ്പിറ്റൽ ഓപ്പിയുള്ള ഡേറ്റാ. നമുക്കിനിയും കാണാം. താങ്ക് യു. ഓക്കെ മാഡം. എങ്കിൽ പിന്നെ ഞാനും ഇറങ്ങട്ടെ. ശ്യാം സാറല്ലേ? എന്താ? ശ്യാം സാറല്ലേ അത്? അതെ. ശ്യാം സാർ എന്തിനാ ഇവിടെ വന്നേ? ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി ഇവിടെയല്ലേ താമസിക്കുന്നത്? പൂർവ്വ കാമുകിയല്ലേ? എടോ ഫിലിപ്പോസേ, നടുറോട്ടിൽ നിന്ന് സ്വപ്നം കണ്ടാലേ താമസിയാതെ മൂക്കി പഞ്ഞു വെക്കേണ്ടി വരും. മൂക്കി പഞ്ഞു വെക്കുന്നതേ താനാ? ഇവനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്ത്? എടോ വാച്ചറേ, ആ പോയത് ശ്യാം സാർ തന്നെയല്ലേ? ആ, ശ്യാം സാറാ. അയാൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? ഏയ്, അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല. എന്താടോ, എന്താ കാര്യം? അല്ല, ശ്യാം സാർ എന്തിനാ ഇവിടെ വന്നേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എങ്ങനെ വരാതിരിക്കും ഫിലിപ്പോസേ? പഴയ കാമുകി തിരിച്ചു വന്നിരിക്കല്ലയോ? അപ്പോഴും രേണുകയെ കാണാൻ വന്നതാണല്ലേ? പിന്നെ അല്ലാതെ. എടോ, അതിന് തലയ്ക്ക് വെളിവൊന്നുമില്ല. മേഡം ഒക്കെ ചേർന്ന് ഏതൊക്കെയോ ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കുക. ശ്യാം സാറും അരുന്ധതി മേഡവും ഒക്കെ വലിയ ശത്രുക്കളായിരുന്നല്ലോ. അതൊക്കെ പെൺകൊച്ചു വന്നപ്പോ തീർന്നില്ലേ? രണ്ടാളും ചേർന്ന് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ആരെ പേടിക്കണം? ആകെയുള്ള ഒരു തള്ളയും നാട് വിട്ടില്ലേ? അയ്യോ, ആ ഗംഗേച്ചിയുടെ കാര്യം കഷ്ടത്തിലായല്ലോ കർത്താവേ. കക്ഷത്തിലിരിക്കുന്നത് പോവാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനായിട്ട് നോക്കുക ശ്യാം സാർ. കക്ഷത്തിലിരിക്കുന്ന പോകത്തുമില്ല, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യാം. അതാ വക്കീൽ ബുദ്ധി. തേടിയ വള്ളി കാലേ ചുറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാര് ഫിലിപ്പോസോ? നിന്നെ കണ്ടിട്ട് ഒത്തിരി കാലമായല്ലടാ നീർക്കോലി. എന്റെ കാഞ്ചനാമ ചേച്ചി, എന്നെ നീർക്കോലി എന്ന് മാത്രം വിളിക്കരുത്. നിന്റെ ശരീരപ്രകൃതി കണ്ട് ഞാനിട്ട ഓമന പേരല്ലേ നീർക്കോലി. വേറെ എന്ത് ഓമന പേര് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ആ പേര് മാത്രം വിളിക്കരുത്. ശരി, എങ്കിൽ ഞാൻ ആ വിളി നിർത്തി. കാഞ്ചനാമ ചേച്ചി എങ്ങോട്ടാ? വീട്ടിലോട്ട്. നിന്നെ എന്താ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാത്തെ? ആ ഫോട്ടോ കൊണ്ട് തരാന്ന് പറഞ്ഞ് പറ്റിച്ച് മുങ്ങിയതല്ലടാ നീ. പിന്നെ നിന്നെ കാണുന്നത് ഇതാ ഇന്നാ. ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിയുടെ കാര്യമൊക്കെ കാഞ്ചന ചേച്ചി അറിഞ്ഞോ? അവള് തിരിച്ചു വന്ന വിശേഷല്ലേ? അത് ഞാൻ അറിഞ്ഞു. ഇനി പുതിയ വല്ല വിശേഷം ഉണ്ടെങ്കിൽ പറയടാ. പുതിയൊരു വിശേഷം ഉണ്ട്. പുതിയതോ? എന്തുവാടാ? വേഗം പറയടാ.
എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. പറയടാ പറ. ഞാനൊരു കാര്യം കണ്ടു. എന്താടാ നീ കണ്ടേ? ഏതായാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി. എന്തായാലും എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ട് കാണിച്ചു തന്നല്ലോ. ദൈവത്തിന് സ്തുതി. എടാ നീ കണ്ടത് എന്താന്ന് വെച്ചാ പറ. ഇന്ന് ഞാൻ ശ്യാം സാറിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വെച്ച് കണ്ടു. എവിടെ വെച്ച്? താലോലത്തിൽ വെച്ച്. താലോലത്തിലോ? ആ, അവിടെയല്ലേ രേണുക താമസിക്കുന്നേ. അവിടെ വെച്ച് ഞാൻ ശ്യാം സാറിനെ കണ്ടു. ആ, നീ എന്നെ പറ്റിക്കാൻ പറയായിരിക്കും. അല്ല കഞ്ചന ചേച്ചി, ഈ കണ്ണോട് കണ്ടതാ ഞാൻ. അല്ല, എന്തിനാ അവൻ അവിടെ പോയെ? രേണുകയെ കാണാൻ. അല്ലാതെ പിന്നെ എന്തിനാ? ശരിയാ, പൂർവ്വ കാമുകയല്ലേ അവൾ. അത്ര പെട്ടെന്ന് അവന് മറക്കാൻ പറ്റുമോ അവളെ? ശ്യാം സാറും അരുന്ധതി മേഡവും ഒക്കെ ചേർന്ന് എന്തൊക്കെയോ ഗൂഢാലോചന ഒപ്പിക്കുന്നുണ്ട്. രേണുകയെ ചികിത്സിക്കുന്നത് പോലും ഇപ്പൊ ശ്യാം സാറാ. ഫോണിലൂടെയുള്ള അടക്കം പറച്ചിലും രഹസ്യം പറച്ചിലും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് ഇത്രടം വരെ എത്തുന്നു. പാവം ഗംഗേച്ചിയുടെ കാര്യ ഇപ്പൊ കഷ്ടത്തിലായത്. അവന്റെ ഈ രഹസ്യ സംവാദം ഞാൻ പൊളിക്കോടാ. നീ നോക്കിക്കോ. ഞാൻ കണ്ട കാര്യം അപ്പിടി വന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്റെ പേര് ഒന്നിനും വലിച്ചയക്കില്ലേ ചേച്ചി. ഒന്നാമത് ആ ഫോട്ടോയുടെ കാര്യത്തിൽ ഞാൻ ആകെ പേടിച്ചു കിടക്കുക. നീ ധൈര്യമായിട്ട് പൊക്കോടാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. മോളെ, എടി നീ അറിഞ്ഞോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചടി. എന്റെ നേര് കൊണ്ടല്ലേ എനിക്കിപ്പോ പുറത്തു പോകാൻ തോന്നിയത്. എന്റെ ദേവി, എന്താ കാര്യം? കാര്യം അത് തന്നെ, ഞാൻ പറഞ്ഞത് തന്നെ. എന്ത്? രാവിലെ ഫോൺ വന്നതും വെപ്രാളം പിടിച്ച് നിന്റെ ഹസ്ബൻഡ് വാലിന് തീ പിടിച്ച പോലെ പാഞ്ഞതും ഒക്കെ കണ്ടപ്പോ ഞാൻ എന്താ പറഞ്ഞേ? എന്റെ കണക്കൂട്ടലൊന്നും അങ്ങനെ തെറ്റാറില്ല മോളെ. കഞ്ചനമ്മ കാര്യം ഇതുവരെ പറഞ്ഞില്ല. അതേന്നേ, അവൻ നിന്റെ കെട്ടിയോൻ. അവൻ വണ്ടി എടുത്ത് രാവിലെ പാഞ്ഞത് അല്ല എന്തിനാ? അവളെ കാണാൻ. ആ രേണുകയെ, അവന്റെ കാമുകയെ. അല്ല, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? പക്ഷേ സംഗതി പച്ച പരമാർത്ഥ. ദൃക്സാക്ഷികളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഫിലിപ്പോസ് തന്നെ. കഞ്ചനമ്മ ഈ പറയുന്ന സത്യമാണോ? ഓ, ഈ പകല് പോലെ സത്യം. കരിമുട്ടത്ത് ഭഗവതിയാണ് എന്റെ ഗാതമോളാണ് സത്യം. ദാ, നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ അവൻ വരുമ്പോ വിളിച്ച് ചോദിക്കും. അപ്പ അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, പഠിച്ച കള്ളനാണവൻ. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവനും അവൾക്കും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണെന്നറിയോ? ആ താലോലത്തിലെ പെണ്ണും പിള്ളയാ, അരുന്ധതി. അവളെയാ നാല് പറയേണ്ടത്. ഇത് കലങ്ങും. ഇന്നിവിടെ ഭൂകമ്പം നടക്കും. അല്ലെങ്കിൽ ഈ കഞ്ചന നടത്തും. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. ബാക്കിയെല്ലാം നീ നോക്കിക്കൊള്ളണേ. ഹര ഹരോ ഹര. നമസ്കാരം മദർ. നമസ്കാരം. ഞാൻ ശ്യാമപ്രസാദ്, ഒരു അഡ്വക്കേറ്റ് ആണ്. ഇരിക്കൂ. താങ്ക് യു. പറയൂ, എന്താ, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് മദർ കൽക്കത്തയ്ക്ക് മറ്റു അതെ, പോയിരിക്കും. ഞാൻ വന്നിട്ട് 3-4 ദിവസം ആയുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞില്ല. അത് എനിക്ക് മദറിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്താണ് അറിയേണ്ടത്? മടിക്കാതെ ചോദിച്ചോളൂ. അത് എനിക്കറിയേണ്ടത് രേണുകയെക്കുറിച്ചാണ്. രേണുക എന്ന് പറഞ്ഞ? മദർ കണ്ടെത്തിക്കൊണ്ടുവന്ന ആ രേണുക. ഓ, രേണുകയുടെ ആരാണ് നിങ്ങൾ? അത് പിന്നെ ഞാന് ബന്ധുവാണോ? അതുമല്ലെങ്കിൽ? അല്ല, ഞാന് രേണുക അറിയും. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചത്.
എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഞാൻ പറഞ്ഞല്ലോ മദർ, ഞാനൊരു അഡ്വക്കേറ്റാണ്. കേസിന്റെ കാര്യത്തിന് ഓ, മദറിന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അത് പിന്നെ അത്രയല്ലേ സാധിക്കൂ. അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയാ പറയാൻ കഴിയുക? ശരി, ചോദിച്ചോളൂ. രേണുകയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? എല്ലാവരും മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന രേണുകയെ വളരെ അപ്രതീക്ഷിതമായി ജീവനോടെ വീണ്ടും കണ്ടെത്തിയത് മദറായിരുന്നല്ലോ. അതെ, ബാംഗ്ലൂരിൽ വെച്ച് അവിടെ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിൽ സിസ്റ്റർ വിമലയുടെ കീഴിലുള്ള അഗതി മന്ദിരത്തിൽ വെച്ച്. മദറിന് ഇതിനു മുമ്പ് രേണുകയെ അറിയായിരുന്നു? അല്ല, കണ്ട മാത്രമേ തന്നെ രേണുകയെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ മദറിന് മുൻപ് രേണുകയെ അറിയാമായിരിക്കണമല്ലോ. അറിയായിരുന്നു. എങ്ങനെയായിരുന്നു മദറിന് രേണുക പരിചയം? അറിയാം, അത്ര തന്നെ. മദർ മുമ്പ് ചെന്നൈയിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടേക്ക് വന്നിട്ടിപ്പോൾ അധികകാലം ആയിട്ടില്ല. അതായത് രേണുക ഇവിടുന്ന് കാണാതാവുമ്പോൾ മദർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സ്ഥിതിക്ക് രേണുകയുമായി മദറിനുള്ള പരിചയം ഇവിടെ വെച്ചായിരുന്നില്ല. ശരിയല്ലേ? മിസ്റ്റർ ശ്യാം, എവിടെയായിരുന്നാലും മലയാള പത്രം മുടങ്ങാതെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. രേണുകയുടെ കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോലാഹലങ്ങളുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പല പ്രാവശ്യം ആ കുട്ടിയുടെ ഫോട്ടോ പത്രങ്ങളിൽ വന്നിട്ടുമുണ്ട്. ഇത്രയൊക്കെ പോരെ ഒരാളെ തിരിച്ചറിയാൻ? ശരിയാണ്, മദർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മദർ. തരകൻ സാറിന്റെ മകൾ ക്ലാര മദറിനോടൊപ്പമല്ലേ ഉണ്ടായിരുന്നത്? എന്തേ ക്ലാരയെക്കുറിച്ച് അന്വേഷിക്കാൻ? ശ്യാമിന് അറിയേണ്ടത് രേണുകയെക്കുറിച്ചല്ലേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ക്ലാര മദറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് തരകൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മദർ. ഞാൻ ഇറങ്ങട്ടെ. ദൈവമേ, എന്തിനീ പരീക്ഷണങ്ങൾ?